പിണറായിസം എന്ന് പറയുമ്പോൾ അതൊരു ഇസം തന്നെയാണ്. കാരണം അത് കമ്മ്യൂണിസം അല്ല, ട്രഡീഷണലായിട്ടുള്ള കമ്മ്യൂണിസം അല്ല. ആൻ്റണിക്ക് ഒരിക്കലും സ്വീകാര്യനായ ഒരാളല്ല സതീഷ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം തോൽക്കുമെന്ന് ഉറപ്പായ സമയത്ത് സോണിയാഗാന്ധി ശിഹാബ് തങ്ങളെ നേരിട്ട് കണ്ട് എൻ്റെ മകനെ വയനാട്ടിൽ നിർത്തി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ താരമാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം ഇറങ്ങിയിട്ടുള്ള സംരംഭങ്ങളിലെ വിജയം. നാളെ മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനത്തേക്ക് കയറ്റി നിർത്തിയാൽ ഒരു കാരണവശാലും പരാജയപ്പെടാത്ത ഒരാളാണ് അദ്ദേഹം എന്നുള്ളൊരു ഫീലിംഗ് മുസ്ലിം ലീഗിനുണ്ട്. കോൺഗ്രസ്സിന് ഇന്ന് പ്രസക്തിയുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ജയിക്കാം എന്ന ഒരു ആത്മവിശ്വാസമെങ്കിലും ഉണ്ടാകാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനം കേരളമാണ്. ചിഹ്നത്തിലേക്കാൾ കൂടുതലായി കെ ആൻ്റണിയെ സൈഡ് ലൈൻ ചെയ്തു. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഡിസിഷൻ മേക്കർ. മുമ്പ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ ആൻ്റണി ആയിരുന്നു. എന്തെങ്കിലും ഒരു കളങ്കം വരുണ്ട്, എന്തെങ്കിലും ഒരു വാക്ക് പിഴയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറേയധികം സ്റ്റെയിൻ അദ്ദേഹത്തിൻ്റെ മേൽ വന്നിട്ടുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു സെമി ഫൈനലായിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തുടർഭരണം വരണമെന്ന് LDF അല്ലെങ്കിൽ തുടർഭരണം വരുമെന്ന് LDF പറയുമ്പോൾ പോലും അടുത്ത തവണ അധികാരത്തിലെത്താൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴത്തെ ഭരണത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ്. ഒട്ടേറെ അഴിമതി ആരോപണങ്ങളുണ്ട്. പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കിയ ശബരിമല ഇഷ്യൂ, അത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായ റെസൊല്യൂഷൻ ഉണ്ടായാൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റൂ. അത് പെട്ടെന്ന് നടക്കില്ലല്ലോ. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൃത്യമായി ഇതിൻ്റെ സത്യം എന്താണ്, 100% സത്യം എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. അതേപോലെ മറ്റ് പല അഴിമതി ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വരെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ടുള്ളത്, മകൾക്കെതിരെയുള്ള കേസ്, ഇതൊക്കെ ആരോപണങ്ങളുടെ ലെവലിലാണ് നിൽക്കുന്നത്. തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ ആണെന്ന് നമുക്ക് പറയാൻ വയ്യ. എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. ഒരു പുകമറ സൃഷ്ടിച്ചാൽ പോലും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇതിന് അതേസമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉൾപോരുകൾ അവർക്ക് ഗൗരവമായൊരു വിഷയമാണ്. എങ്കിൽ കൂടി അതിൽ ഹൈക്കമാൻഡ് ഭയങ്കരമായിട്ട് അസേർട്ട് ചെയ്ത് ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും എല്ലാ ഇലക്ഷനിലും കാണാറുള്ളതാണ് ഈ ഉൾപോരെന്ന് പറയുന്നത്. അത് ഇലക്ഷൻ അടുക്കുമ്പോൾ അതങ്ങ് തീരും. കാരണം ഈ സീറ്റുകൾ നമുക്ക് പിടിക്കേണ്ടത് ആവശ്യമാണല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു മുമ്പോട്ടുള്ളൊരു പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെല്ലുവിളി നേരിടാനുള്ള ഒരു കരുത്ത് ഐക്യമുന്നണിക്ക് UDF-നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസിന് കുറച്ചുകൂടെ ആത്മവിശ്വാസം പകർന്നു കൊടുത്തിരുന്നത്. കാരണം 5 ഉപതെരഞ്ഞെടുപ്പിന് 4 വിജയിച്ചു എന്ന് പറയുമ്പോഴാണ് അവരവിടെ വിജയിച്ചു, അല്ലെങ്കിൽ കേരളത്തിൽ UDF-ന് ഇനിയും സ്ഥാനമുണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് വീണ്ടും അവരെത്തിയതും പ്രവർത്തനങ്ങൾ ആർജവമാക്കിയതും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന സാറ് സൂചിപ്പിച്ച പോലത്തെ ഉൾപോരുകൾ ഇലക്ഷനോടനുബന്ധിച്ച് അത് മാറുമെങ്കിൽ പോലും ഇപ്പൊ നടക്കുന്ന ഈ ഒരു ഉൾപോര് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയില്ലേ? അത് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ കോൺഗ്രസ്സിന് ഇന്ന് പ്രസക്തിയുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ജയിക്കാം എന്ന ഒരു ആത്മവിശ്വാസമെങ്കിലും ഉണ്ടാകാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനം കേരളമാണ്. തീർച്ചയായിട്ടും കർണാടക അവർ ജയിച്ചു. കർണാടക ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന പോലുമല്ല, പക്ഷെ അവർ ജയിച്ചു. രാജസ്ഥാൻ കൈവിട്ടുപോയി. മഹാരാഷ്ട്ര എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അകലെയായിപ്പോയി. അപ്പോൾ ഈ കേരളത്തിലാണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യാശയുള്ളത്. അതുകൊണ്ട് ഇത് പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടൊരു സ്ലോഗനോടുകൂടി അവർ മുന്നോട്ട് ഇറങ്ങുന്നത് എന്ന് പറയുന്നത്. അതിൽ രാഹുൽ ഗാന്ധി വളരെ അസേർട്ടീവായിട്ടുള്ള ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്മിറ്റി ഉണ്ടാക്കി, പിന്നെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. പിന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ ഇതിനകത്ത് ഉണ്ട്. സ്വാഭാവികമാണ്, അവർക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സതീശനാകും എന്നുള്ളൊരു സൂചന സതീശനെ പ്രതിപക്ഷ നേതാവായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പോൾ, അവരുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് നെഹ്റു കുടുംബമാണ്, നമുക്കറിയാം.
അപ്പോൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ആ ലെവലിൽ ആ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അത് കൊടുത്ത ഒരു ഇംപ്രഷൻ ഭാവിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ളതായിരുന്നു. അപ്പോൾ കാരണം അതിൽ രമേശ് ചെന്നിത്തല ഒന്ന് സൈഡ് ലൈൻ ചെയ്തു. ചെന്നിത്തലയേക്കാൾ കൂടുതലായി AK ആൻ്റണിയെ സൈഡ് ലൈൻ ചെയ്തു. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഡിസിഷൻ മേക്കർ. മുമ്പ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ AK ആൻ്റണി ആയിരുന്നു. അപ്പോൾ കാരണം ആൻ്റണിക്ക് ഒരിക്കലും സ്വീകാര്യനായ ഒരാളല്ല സതീശൻ. പിന്നെ സുധാകരനെ കൊണ്ടുവന്നതും ആ ഒരു പുതിയ തലമുറയിലേക്ക് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ആളുകളെ രംഗത്തേക്ക് ഇറക്കിയിട്ട് ഇത് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ രീതിയിലൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷേ VD സതീശനെ ഈ ഒരു സ്ഥാനം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞൊരു സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നു ഒരു സമയം വരെ. എനിക്ക് തോന്നുന്നു ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നതിന് മുൻപ് വരെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്ത് കോൺഗ്രസിന് ഇത്രത്തോളം വിജയം കൈവരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിലേക്ക് വരാനുള്ള ആത്മവിശ്വാസത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ എവിടേക്കോ സതീശനും പിഴച്ചു പോയില്ലേ? അല്ല, അത് രാഷ്ട്രീയം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരുപാട് ചെളിവാരി എറിയാൻ സാഹചര്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇപ്പോൾ ആരിറങ്ങിയാലും ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്. അല്ലാതെ ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തിലുള്ളൊരു പ്രശ്നം ഈ പണ്ട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ. ഇത് ലൈവായിട്ട് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് TV ചാനലുകളിൽ കൂടി. ഒരു നുണ പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പണ്ടാണെങ്കിൽ അത് തിരുത്തി പറയാം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് പറ്റില്ല. ഇതെല്ലാം റെക്കോർഡഡാണ്, ഇത് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അത്രയും എക്സ്പോഷറുള്ള ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കളങ്കം വരുണ്ട്, എന്തെങ്കിലും ഒരു വാക്ക് പിഴയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറേയധികം സ്റ്റെയിൻ അദ്ദേഹത്തിൻ്റെ മേൽ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ചില അവസരങ്ങളിലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് അർഹതപ്പെട്ടതാണ്, അത് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു ഇംപ്രഷനും പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു സമയത്ത് സതീശനിസം എന്ന് പറഞ്ഞൊരു വാക്ക് മാധ്യമങ്ങൾ ചാർത്തി കൊടുത്തത്. പിണറായിസം എന്ന് പറഞ്ഞ് പിണറായി വിജയന് വളരെയധികം അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ പിണറായിസമാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചിരുന്ന അതേ മാധ്യമങ്ങൾ VD സതീശനെയും സതീശനിസം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് ശരിയാണ്. ഇതിൽ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ. അത് ബോധപൂർവം മനസ്സിലാക്കിയിട്ട് ഇവർ ഉപയോഗിച്ചാണോ എന്ന് എനിക്കറിയില്ല. അത്രയും കാരണം ഇത് കൂടുതലും ചാനലുകളിൽ കൂടെയാണല്ലോ ഇത് വരുന്നത്. ഞാനൊരു പ്രസ് ജേർണലിസ്റ്റ് ആയതുകൊണ്ട്. കാരണം ഇതിനകത്ത് പിണറായിസം എന്ന് പറയുമ്പോൾ അതൊരു ഇസം തന്നെയാണ്. കാരണം അത് കമ്മ്യൂണിസമല്ല, ട്രഡീഷണലായിട്ടുള്ള കമ്മ്യൂണിസമല്ല. നമ്മൾ നോക്കിയാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം വലിയ ഡ്രാസ്റ്റിക്കായിട്ടുള്ള മാറ്റങ്ങൾ കമ്മ്യൂണിസത്തിൽ വരുത്തിയ ഒരു രാജ്യം ചൈനയാണ്. ചൈനയുടെ ഇന്നത്തെ കുതിപ്പ് കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറയിൽ നിന്നല്ല, അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതേസമയത്ത് അവിടെ മുഴുവൻ സമ്പന്നവർഗത്തിൻ്റെ ഒരു പുരോഗതിയാണ് കാണുന്നത്. ഒരു സൈഡിൽ കൂടി ക്യാപിറ്റലിസം നടക്കുന്നു, വേറൊരു ഭാഗത്ത് കമ്മ്യൂണിസം നടക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു, സാധാരണക്കാർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. അത് ഒരു രൂപയ്ക്ക് ആഹാരം വാങ്ങേണ്ട കാര്യമില്ല, എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബ്രാൻഡ് നമ്മൾ മുതലാളിത്തം പ്രാക്ടീസ് ചെയ്യുന്നു, അതേസമയത്ത് നമ്മൾ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുക, അത് ഇവിടെയും കൊണ്ടുവന്നു. അത് കൊണ്ടുവരാനായിട്ട് യാതൊരു മടിയും ഇല്ലാതെ ഇത് ചെയ്ത ആളാണ് പിണറായി. അതുകൊണ്ടാണ് അതിനെ പിണറായിസം എന്ന് പറയുന്നത് അർത്ഥത്തിൽ. അങ്ങനെ ഒരു ഇസമൊന്നും സതീശൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ രീതികളിലൊക്കെ പറഞ്ഞു, അതിൽ പിഴവുകളൊക്കെ വന്നപ്പോൾ അതങ്ങനെ ബ്രാൻഡ് ചെയ്തു. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സമയത്ത് മാധ്യമങ്ങൾ വിമർശിച്ചിരുന്നത് VD സതീശന്റെ അഹങ്കാരമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നത് എന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷെ ആ ഒരു അഹങ്കാരം തന്നെയല്ലേ ഇന്ന് ഇത്രത്തോളം ആത്മവിശ്വാസം കോൺഗ്രസിന് നേടിക്കൊടുക്കാൻ പ്രധാന കാരണവും? അതൊരു വിഷയമാണ്. കാരണം ഇതിലിപ്പോൾ നമുക്കറിയാവുന്ന പോലെ ചില സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ സതീശൻ ഭയങ്കരമായിട്ട് അസർട്ട് ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അത് രഹസ്യമൊന്നുമല്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ രാഹുലിൻ്റെ തന്നെ സ്ഥാനാർത്ഥിത്വം അത് പക്ഷേ വിജയിച്ചു എന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസമുണ്ട് അതിൽ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ ഐക്യമുന്നണി, നമ്മൾ കോൺഗ്രസ് എന്നുള്ളത് വിട്ടിട്ട് ഐക്യമുന്നണി എന്നുള്ളൊരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ വളരെ ശക്തിയായിട്ട് കുറച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല. അതെ, തീർച്ചയായിട്ടും.
ഇന്നിപ്പോൾ ഏറ്റവും സജീവമായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെ. മുസ്ലിം ലീഗിനെ പിടിച്ചെടുക്കാൻ LDF വളരെ കഠിനമായി ശ്രമിച്ചതാണ്. പിന്നീട് അത് നടക്കാതെ വന്നു. ഇനി അത് ഒട്ടും നടക്കില്ല എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. മുസ്ലിം ലീഗ് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിലെ പത്രപ്രവർത്തകർ പറയാറുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധി അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം തോൽക്കുമെന്ന് ഉറപ്പായ സമയത്ത് സോണിയാഗാന്ധി ശിഹാബ് തങ്ങളെ നേരിട്ട് കണ്ട് എൻ്റെ മകനെ വയനാട്ടിൽ നിർത്തി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഇത് 100% ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വയനാട് സീറ്റ് ആര് നിന്നാലും വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കും. അതെ, തീർച്ചയായിട്ടും അത്രയ്ക്കും സ്വാധീനം. പിന്നെ അവർ ഏറ്റെടുത്താൽ അത് ഏറ്റെടുത്തത് തന്നെയാണ്. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. അവരുടെ കാഡറും അവരുടെ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ആളുകൾ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചിട്ട്. അപ്പോൾ ആ ഒരു പ്രയോജനം രാഹുലിന് കിട്ടി. അത് കഴിഞ്ഞ് പ്രിയങ്ക വന്നപ്പോൾ പ്രിയങ്കയ്ക്ക് കിട്ടി. അവർ ഈ കോൺഗ്രസിനകത്തെ ഈ ഉൾപ്പൊരുകളൊക്കെ നടക്കുന്ന അവർ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് നമ്മൾ ധരിക്കുമ്പോഴും അവരുടേതായ ചില ഈ ഒതുക്കത്തിലുള്ള ചില മെസ്സേജുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗ് ഇപ്പം കോൺഗ്രസിൽ ആ ഒരു സമയത്ത് ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ളൊരു സംശയം നിഴലിച്ച് നിന്നിരുന്നൊരു സമയത്ത് ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നാൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വന്നിരുന്നു. അത് ശരിയാണ്, അത് ഉയർന്നു വന്നിരുന്നു. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ എന്തുകൊണ്ട് എന്താ വിഷയം എന്നുള്ള രീതിയിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് മുസ്ലിം ലീഗിന്റെ ആ സ്വാധീനം അസേർട്ട് ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമം ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞാലിക്കുട്ടി വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളോടൊക്കെ സെക്രട്ടറി, ഗവൺമെൻറ് സെക്രട്ടറിമാർ, ആ രീതിയിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ ഇവരുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരോട് പോലും സംസാരിച്ചാൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം വളരെ പ്രഗത്ഭനായൊരു മന്ത്രിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ഇതേപോലെ മിടുക്കന്മാരായ മന്ത്രിമാരുണ്ടായിരുന്നു. കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി ഉള്ളൂ. KM മാണി, കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, അന്ന് ഗണേഷ് കുമാർ, അപ്പോൾ ആര്യാടൻ മുഹമ്മദ്, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന ആ മന്ത്രിസഭയുടെ അതിൻ്റെ പ്രയോജനം അന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പം അതിൽ ആ കൂട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ താരമാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം ഇറങ്ങിയിട്ടുള്ള സംരംഭങ്ങളിലെ വിജയം. CH മുഹമ്മദ് ഒന്നും മോശപ്പെട്ട ആളുകളാണെന്നുള്ളതല്ല, പക്ഷേ കുഞ്ഞാലിക്കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോക്ടർ മുനീറോ ഒക്കെ ഒന്നുമല്ല. അവർക്കൊന്നും അങ്ങ് ഈ പറയുന്ന രീതിയിൽ ഒരു ക്ലെയിം വയ്ക്കാവുന്നതല്ല. നാളെ മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനത്തേക്ക് കയറ്റി നിർത്തിയാൽ ഒരു കാരണവശാലും പരാജയപ്പെടാത്ത ഒരാളാണ് അദ്ദേഹം എന്നുള്ളൊരു ഫീലിംഗ് മുസ്ലിം ലീഗിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ ഉയർന്നു വന്നത്. പിന്നെ പക്ഷെ അവർ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ക്ലെയിം ഒരിക്കലും വെക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 140 സീറ്റിലേക്ക് മത്സരിക്കുന്ന 140 സീറ്റുള്ള അസംബ്ലിയിൽ കോൺഗ്രസ് 70 സീറ്റ് വരെ മത്സരിക്കും, 70-75 സീറ്റ് വരെ ആയിരിക്കും. മുസ്ലിം ലീഗിന് എത്ര സീറ്റാണ് കിട്ടും? പിന്നെ അതൊരു ഭൂരിപക്ഷം എന്നുള്ള ഒരു പ്രസക്തിയില്ല. പിന്നെ ഇവരുടെ വേരുകൾ പടർന്നു കിടക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. മലപ്പുറമുണ്ട്, കേരളത്തിൽ മറ്റ് പല ജില്ലകളിലേക്കും ചെല്ലുമ്പോൾ അവർക്ക് സ്വന്തമായി നിന്നിട്ടൊരു സീറ്റ് പിടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ജാതി അധിഷ്ഠിതമായൊരു പാർട്ടിയാണ്. അപ്പോൾ മറ്റ് സമുദായങ്ങൾ ഒരുപക്ഷെ അവരിൽ നിന്ന് അകലം പാലിച്ചെന്ന് വരാം. അതൊരു മുന്നണിയായിട്ട് വരുമ്പോൾ അതൊന്നും വിഷയമല്ല. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും അവർ പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് കൂടി UDF വിട്ട് പോയത് കൂടി 2ാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് തന്നെയാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് പലതും റീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാവാം. അങ്ങനെ ഒരു മന്ത്രിസഭ UDF മന്ത്രിസഭ വന്നാൽ കോർപ്പറേഷനുകൾ അതേപോലെ സുപ്രധാനമായ പലതും അവർ ആവശ്യപ്പെട്ടെന്ന് വരാതെ ഇവർ കൊടുക്കാനും സാധ്യതയുണ്ട്. അതെ, കൊടുക്കാതിരിക്കാൻ തരവില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം സാർ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ഇതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് പിന്നീട് നാമാവശേഷമാകുമെന്നാണ് പറയപ്പെടുന്നത്. അതെ.